Find the Fourier sine series of f of x equal to x cos x for 0 less than x less than pi. ഓക്കെ, നമുക്ക് ഫൊറിയർ സൈൻ സീരീസ് ആണ്. അപ്പൊ നിങ്ങളുടെ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ്. ഇനി ബി എൻ ഈസ് ഈക്വൽ ടു എന്തെന്നാണ് 2 ബൈ എൽ ഇന്റഗ്രൽ 0 ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നാണ് ഇക്വേഷൻ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ ഇവിടെ പൈ അല്ലേ ലെങ്ത് വരുന്നത് 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് എന്താ എക്സ് കോസ് എക്സ് അല്ലേ ഇൻറ്റു ഇവിടെ എന്താവും സൈൻ എൻ എക്സ്, കാരണം ഇവിടെ പൈ വരുമ്പോ പൈ പൈ ഗെറ്റ് ക്യാൻസൽ സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, 3 എക്സിൽ വന്ന ഫംഗ്ഷൻ അല്ലേ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മൾ എന്താ ചെയ്യാറ്, ട്രിഗ്നോമെട്രിക് എക്സ്പാൻഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് സൈൻ എ കോസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് തിരിച്ചായാലും ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അങ്ങോട്ടും കൂടി മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് സോറി സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ആണിത്. അപ്പൊ നമുക്കിവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ എക്സ് ഇൻറ്റു പിന്നെ എനിക്ക് എന്തെന്ന് എഴുതാം സൈൻ ഓഫ് എന്തെന്നാ വരിക, എങ്ങനെ എഴുതാൻ പോകുന്നത് എൻ എക്സ് പ്ലസ് എക്സ് പ്ലസ് സൈൻ ഓഫ് എൻ എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി കൂടെ. ഓക്കെ, അതായത് ഇത് സൈൻ എൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതിയാലും ഒരുപോലെ തന്നെയല്ലേ, പ്രൊഡക്റ്റ് അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇങ്ങനെ ആക്കി എഴുതി ഡി എക്സിനായി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻറ്റു ആ 1 ബൈ 2 എനിക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് ഇടാം. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ 0 ടു പൈ എക്സ് ഇൻറ്റു സൈൻ ഓഫ് അതിന് എനിക്ക് എന്ത് ചെയ്യാം എൻ എക്സ് പ്ലസ് എക്സിന് എന്തെന്ന് ചെയ്യാം എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ് എന്നാക്കാം. അടുത്തതിന് ഇന്റഗ്രൽ 0 ടു പൈ എക്സ് ഇൻറ്റു സൈൻ ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് എഴുതി കൂടെ ഡി എക്സ്. ദാറ്റ് ഈസ് 2 ഗെറ്റ് ക്യാൻസൽ എന്തെന്ന് കിട്ടും 1 ബൈ പൈ ഇൻറ്റു ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക എക്സ് ഇൻറ്റു സൈൻ ഇന്റഗ്രേറ്റ് ചെയ്ത മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1ഉം പിന്നെ ഈ സെയിം ടേം മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് അടുത്തതാകുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ ഓഫ് എൻ മൈനസ് 1 എക്സിന്റെ എന്താവും ഇന്റഗ്രൽ മൈനസ് കോസ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 മൈനസ് ഇന്റഗ്രൽ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈ സെയിം ടേം മൈനസ് കോസ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് ബൈ n minus 1 dx. Okay, that is equal to 1 by pi into minus x cos of n plus 1 into x divided by n plus 1 minus minus plus ആവും കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത സൈൻ ഓഫ് n plus 1 into x divided by n plus 1 the whole square plus പ്ലസ് അല്ല സോറി മൈനസ് ആണ് വരിക മൈനസ് എക്സ് കോസ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 ഈ മൈനസും കൂടി പ്ലസ് സൈൻ ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. വാല്യൂ 0 ടു പൈ എന്ന് കൊടുക്കണം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു മൈനസ് പൈ ഇൻറ്റു cos of n plus 1 into pi divided by n plus 1 plus sin of n plus 1 into pi by n plus 1 the whole square minus pi into
cos of n minus 1 into pi divided by n minus 1 plus sin of n minus 1 into pi divided by n minus 1 whole square. ഇനി സീറോ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം എക്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് സീറോ ആയി പൊക്കോളും. രണ്ടാമത്തെ ടേം സൈൻ സീറോ സീറോ, മൂന്നാമത്തെ ടേമിൽ എക്സ് ഉണ്ട് അപ്പൊ അത് സീറോ, ഫോർത്ത് ടേമിൽ സൈൻ സീറോ എന്ന് വരും, സീറോ. ഓക്കെ, ഇതിൽ എൻ പ്ലസ് വൺ പൈയും എൻ മൈനസ് വൺ പൈ എന്നൊക്കെ പറയുന്നത് എന്തായിട്ട് പോവും? സീറോ ആയിട്ട് പോവും. കാരണം എന്താ? സൈൻ പൈ, സൈൻ ടു പൈ, സൈൻ ത്രീ പൈ ഒക്കെ സീറോയാണ് അല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ളതിൽ എന്തുണ്ട്? ബാക്കി ആ രണ്ട് ടേമിൽ എന്തുണ്ട്? മൈനസ് പൈ ഉണ്ട്. മൈനസ് പൈനെ ഞാൻ പുറത്തെടുത്ത് പൈ ഇൻറ്റു കോസ് ഓഫ് എൻ പ്ലസ് വൺ ഇൻറ്റു പൈ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കോസ് എൻ പൈ എന്ന് വെച്ചാൽ മൈനസ് വൺ റേസ്റ്റ് എൻ ആണ്. എൻ പ്ലസ് വൺ പൈ എന്ന് വെച്ചാൽ ഇങ്ങനെ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് അടുത്തത് മൈനസ് വൺ റേസ്റ്റ് എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ മൈനസ് വൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിനി പൈ പൈ ഗെറ്റ് ക്യാൻസൽ, മൈനസ് ഇവിടെ നിൽക്കുന്നുണ്ട്, മൈനസ് ഇൻറ്റു ഇതിൽ നോക്കിയ മൈനസ് ഓഫ് വൺ ഓഫ് എൻ മൈനസ് വണ്ണിനെ ഞാൻ കോമൺ എടുക്കാന്ന് വിചാരിക്കുക. എൻ മൈനസ് വൺ കഴിഞ്ഞാൽ എൻ ഉണ്ടാവും, പിന്നെ എൻ പ്ലസ് വൺ, അതായത് മൈനസ് വൺ സ്ക്വയർ ബാക്കി ഉണ്ടാവും ഇവിടെ. എൻ പ്ലസ് വൺ പ്ലസ് വൺ ബൈ എൻ മൈനസ് വൺ. ഓക്കെ, ഓക്കെ ഓക്കെ, മൈനസ് വൺ റേസ് ടു എൻ മൈനസ് എൻ പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ. പിന്നെ എന്ത് കൂട്ടിയാലും ഇവിടെ പ്ലസ് വൺ കിട്ടുക? പ്ലസ് ടു അല്ലേ? അതാണത്. ഓക്കെ, അതുകൊണ്ടാണ് മൈനസ് വൺ സ്ക്വയർ എന്ന് കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് വൺ ഓൾ റേസ് ടു എൻ മൈനസ് വൺ. മൈനസ് വൺ സ്ക്വയർ എന്ന് വെച്ചാൽ വൺ ബൈ എൻ പ്ലസ് വൺ ബൈ എൻ മൈനസ് വൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ എന്തെന്ന് എൻ മൈനസ് വൺ പ്ലസ് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ മൈനസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എൻ സ്ക്വയർ മൈനസ് വൺ അല്ലേ വരിക? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൈനസ് വൺ പ്ലസ് വൺ കട്ട് ചെയ്ത് പോയി. എനിക്ക് എന്തെന്നാ വരുന്നത്? 2n ബൈ എൻ സ്ക്വയർ മൈനസ് വൺ. ഇവിടെ ഒരു മൈനസ് പുറമെ നിൽക്കുന്നുണ്ട്, മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ ആണ്. ഓക്കെ, ആ മൈനസ് ഞാൻ ആ പവറേക്ക് എടുത്താൽ പോരെ. അപ്പൊ എനിക്ക് എന്തെന്ന് എഴുതാൻ? 2n ഇൻറ്റു ഈ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ റേസ് ടു വൺ അല്ലേ? അത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അതായത് മൈനസ് വൺ റേസ് ടു വൺ ഇൻറ്റു മൈനസ് വൺ റേസ് ടു എൻ മൈനസ് വൺ എന്ന് വെച്ചാൽ മൈനസ് വൺ റേസ് ടു എൻ എന്നല്ലേ കിട്ടുക? മൈനസ് വണ്ണും പ്ലസ് വണ്ണും കട്ട് ചെയ്തിട്ട് 2n ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ റേസ് ടു എൻ എന്നാണ് വരിക. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ബി എന്ന് പറയുന്നത്. അതിന്റെ ഇങ്ങനത്തെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്നിന്റെ വാല്യൂ എന്താവാൻ പാടില്ല? വൺ ആവാൻ പാടില്ല. ഓക്കെ, എൻ ഈക്വൽ ടു വണ്ണിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും വെൻ എൻ ഈക്വൽ ടു വൺ ഉള്ള കേസ്, എൻ ഈക്വൽ ടു വൺ ആകുമ്പോൾ ബി വൺ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ എന്നുള്ളവർക്കൊക്കെ വൺ ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് വരും. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സൈൻ ടു എക്സ് എന്താ? സൈൻ ടു എക്സ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ എക്സ് കോസ് എക്സിന് എനിക്ക് എന്തെന്ന് എഴുതാം? 1 ബൈ 2 സൈൻ 2x എഴുതി കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു പൈ 1 ബൈ 2, അതായത് എക്സും ഉണ്ടല്ലോ അപ്പൊ എക്സ് ബൈ ടു എന്ന് എഴുതാം. എക്സ് ബൈ ടു സൈൻ 2x ഡി എക്സ് എന്ന് വരും. ഈ ടു ഗെറ്റ് ക്യാൻസൽ, അപ്പൊ 1 ബൈ പൈ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് ഇൻറ്റു സൈൻ 2x ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് 2x ബൈ 2 മൈനസ്
എന്തെന്ന് വരും? ഇന്റഗ്രൽ ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഈ സെയിം ടേം മൈനസ് കോസ് 2x ബൈ 2 dx. That is equal to 1 by pi into minus x cos 2x by 2 minus minus plus കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് സൈൻ 2x by 2 സ്ക്വയർ എന്ന് കിട്ടും. വാല്യൂ 0 to pi. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പൈ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? മൈനസ് പൈ കോസ് 2 pi by 2 പ്ലസ് സൈൻ 2 പൈയുടെ വാല്യൂ 0 ആണ്, അപ്പൊ ഞാൻ എഴുതുന്നില്ല. ഇനി മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0, കോസ് 0 1 ആണ്, പക്ഷെ എക്സ് ഇവിടെ ഉള്ളത് കൊണ്ട് അത് 0 ആയി പോവും. ഇനി സൈൻ 0ന്റെ വാല്യൂ 0 ആണ്, 0 ആയി പോയി. ഈ പൈ ഗെറ്റ് ക്യാൻസൽഡ്. ഇനി കോസ് 2 പൈയുടെ വാല്യൂ എന്താണ്? മൈനസ് 1 ആണ്. അല്ല 1 ആണ് വാല്യൂ കോസ് 2 പൈയുടെ. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് 1/2 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മളെ എന്നെ 1 തൊട്ടിട്ടുള്ള സമ്മേഷൻ എഴുതാറുണ്ട്, പക്ഷെ ഇവിടെ എന്നെ 1 ആകുമ്പോഴുള്ള വാല്യൂ വേറെ ആയതുകൊണ്ട് മൈനസ് 1/2 ഇൻറ്റു എന്തെന്നാ വരിക? സൈൻ എൻ എക്സ്, അതായത് സൈൻ എക്സ് പ്ലസ് ബാക്കിയുള്ളത് എന്ത് ഇങ്ങനെ എഴുതാം? എൻ ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി. ബി എന്നിന്റെ വാല്യൂ എന്തായിരുന്നു? നമ്മുടെ 2n square minus 1 minus 1 raised to n sin nx എന്ന് എഴുതാം. ഓക്കെ, അതായത് n ഈക്വൽ ടു 1 കൊടുത്തിട്ട് ഈ സൈൻ എക്സ് എന്നുള്ളത് ആദ്യം എഴുതണം. b1 നമുക്ക് വേറെ വാല്യൂ ആയതുകൊണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ.